12ാമത് വിശ്വയോഗ ദിനാചരണം ജൂൺ 21-ന് പാലക്കാട് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിവിധ യോഗ പരിശീലന പ്രചാരണ സമിതികൾ പങ്കാളിയാവുന്ന യോഗാ ദിനാചരണത്തിൽ 200ഓളം പേർ പങ്കെടുക്കും. ഇന്ത്യയുടെ പൈതൃകമായ യോഗയെ ഇന്ന് 120-ലധികം രാജ്യങ്ങൾ ആഘോഷപൂർവ്വം ഏറ്റെടുത്തു കഴിഞ്ഞു. ഭൂമി ഉത്തരായനത്തിൽ നിന്നും ദക്ഷിണായനത്തിലേക്ക് മാറുന്ന കാലമായതിനാലാണ് യോഗാ ദിനാചരണത്തിന് ജൂൺ മാസം തിരഞ്ഞെടുത്തത്. ക്ഷയം സംഭവിക്കുന്ന കാലത്തെ യോഗ പരിശീലനം കൊണ്ട് മറികടക്കാൻ കഴിയുമെന്നതാണ് പ്രത്യേകതയെന്നും സംഘാടകർ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി ഇന്റർനാഷണൽ യോഗ ഡേ, വിശ്വയോഗ ദിനാചരണം ഏകദേശം 180 രാജ്യങ്ങളോളം അത് ആചരിക്കുന്നു എന്നുള്ളതല്ല, ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ആഘോഷമായി മാറിയിരിക്കുന്നു. കാരണം നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും സ്കൂള്, കോളേജ്, പഞ്ചായത്ത്, മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടങ്ങളിലെല്ലാം യോഗ വിദ്യ അല്ലെങ്കിൽ യോഗ പഠിപ്പിക്കുന്നവരുടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ. അപ്പോൾ ഒരുപാട് ലക്ഷക്കണക്കിന് യുവാക്കൾ ഈ രംഗത്തേക്ക് ഇന്ന് വന്നിരിക്കുന്നു. വിദേശത്തും സ്വദേശത്തുമായിട്ട് ഒട്ടനവധി യോഗ ട്രെയിനേഴ്സ്, യോഗ ടീച്ചേഴ്സ്, യോഗ ആചാര്യന്മാർ ഇവരെല്ലാവരും കൂടി നന്നായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇതൊരു യോഗയുടെ സുവർണകാലം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആദ്യകാലങ്ങളിലൊക്കെ യോഗ പഠിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ സർവത്ര, അതായത് ഓൺലൈനിലുണ്ട്, ഓഫ്ലൈനിലുണ്ട്, ലൈവിലുണ്ട്, വീട്ടിൽ വന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഇപ്പോൾ സുഗമമായ രീതിയിൽ ഇത് പഠിക്കാനും പഠിപ്പിക്കുവാനും സാധിക്കുന്നുണ്ട്. കൂടാതെ വിവിധ കോഴ്സുകൾ ഇപ്പോൾ ലഭ്യമാണ്. 3 മാസം, 6 മാസം, 1 വർഷം, 3 വർഷം, ഇങ്ങനെ പല കോഴ്സുകൾ ലഭ്യമാണ്. പിന്നെ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഇപ്പോൾ യോഗാസന ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചിരിക്കുന്നു. കാരണം എല്ലാ പ്രായക്കാർക്കും അതിൽ പങ്കെടുക്കുവാനും അംഗീകാരം നേടുവാനൊക്കെ സാധിക്കും. അത് സ്റ്റേറ്റ് ലെവൽ, ഡിസ്ട്രിക്ട് ലെവലിൽ, സ്റ്റേറ്റ് ലെവലിൽ, നാഷണൽ ലെവലിൽ, അന്തർദേശീയ സ്ഥലങ്ങളിൽ വരെ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്നും അകത്തുനിന്നും പുറത്തുനിന്നൊക്കെ ഒരുപാട് പേര് ഈ രംഗത്തേക്ക് വന്നിരിക്കുന്നു. പ്രസിഡന്റ് യോഗാചാര്യൻ പി പ്രഭാകരൻ, ജനറൽ സെക്രട്ടറി ബി ഗോപാലകൃഷ്ണൻ, കോർഡിനേറ്റർ കെ വിജയകുമാരൻ എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.